ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. മനോഹരങ്ങളായ മഞ്ഞപ്പൂക്കൾ, അവയെ ചുറ്റിയുള്ള കാലിക്സ്, നല്ല ഓറഞ്ച് കളർ. കാലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെയും റോസാപ്പൂവിൻ്റെയൊക്കെ മൊട്ടുള്ള സമയത്ത് അതിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു പച്ച കളറിലെ ഒരു കവറില്ലേ, അതിനാണ് കാലിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പൂവിൻ്റെ കാലിക്സ് നല്ല ഓറഞ്ച് കളർ, അതുപോലെ തന്നെ അതിൻ്റെ ഇലകളോ നല്ല ബ്രൗൺ കളർ. ഈ മൂന്ന് കോമ്പിനേഷനും കൂടെ വരുന്ന ഒരു ചെടിയുണ്ട്. അതിൻ്റെ പേര് സൺസെറ്റ് ബെൽസ് എന്നാണ്. അതിന് മലയാളത്തിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ആരെങ്കിലും അറിയുന്നവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ആ ചെടിയാണ് ഇന്ന് ഇബാ കളക്ഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ചെടിയാണ് സൺസെറ്റ് ബെൽസ് എന്നറിയപ്പെടുന്നത്. നോക്കിയേ, ഇതിൻ്റെ പൂക്കൾ നല്ല മഞ്ഞ നിറമല്ലേ. അതിൻ്റെ കാലിക്സ് എന്ന് പറയുന്നതാണ് ഈ ഓറഞ്ച് കളറിലിരിക്കുന്നത്. ഈ ബ്രൗൺ ഇലയും ഈ ഷെയ്ഡ് ഓറഞ്ചും മഞ്ഞയും എന്നൊക്കെ പറയുന്ന ആ ഷെയ്ഡ് വളരെ ഭംഗിയായിട്ടല്ലേ ഈ ചെടിയിൽ നിൽക്കുന്നത്. നോക്കിയേ, നല്ല നല്ല അതിമനോഹരിയായ ഈ ചെടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് എല്ലാവരും കണ്ടിട്ടുള്ള ചെടിയല്ലേ, മിക്കവരുടെയും വീട്ടിൽ ഈ ചെടി ഉണ്ട്. ചെടിച്ചട്ടിയിലും വളർത്താം, അതല്ല നിലത്തും വളർത്താം. നിലത്ത് വളർത്തിയാൽ ഇത് വളരെ പെട്ടെന്ന് പടർന്ന് ഇതിൻ്റെതായി ചുവട് ഭാഗത്തു നിന്ന് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ബുഷിയായിട്ട് നിൽക്കുന്നത്. ഈ ചെടി തറയിലാണ് നട്ടിരുന്നതെങ്കിൽ ഇത് വളരെ വലിയ ഒരു ബഞ്ചായിട്ട് നിൽക്കും. അത്രയും വലിയ ബഞ്ചിൽ ഈ പൂക്കൾ നിന്നാൽ വളരെ നല്ല ഭംഗിയാണ്. ഇപ്പം ഇത് ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വളർച്ച ഇങ്ങനെ നിൽക്കുന്നത്. ഈ ചെടിയുടെ പരിപാലനം വളരെ എളുപ്പമാണ്. ഇതിൻ്റെ തൈ, ഈ ചുവട്ടിൽ നിന്ന് വരുന്ന തൈ ഇളക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു തണ്ട് ഒടിച്ച് കുത്തുകയോ ചെയ്യാം. ഇതിൻ്റെ ഇലയും വെച്ച് കിളിപ്പിക്കാം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇല വെച്ചാലും ഇത് കിളിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഈ ഇല നമ്മളുടെ ഫ്ലെയിം വയലറ്റ് ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടൈപ്പിലുള്ള ഇലയാണ്. അതിൻ്റെ പുറത്ത് നല്ല പരിപരുത്ത ഒരു രൂപത്തിലുള്ള ഇലയാണ്. ആ ഫ്ലെയിം വയലറ്റ് നമുക്ക് ലീഫ് വെച്ച് കിളിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതും അങ്ങനെ ലീഫ് വെച്ച് കിളിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ചെടിയാണ്. പക്ഷേ ചട്ടിയിൽ നട്ടാൽ നമ്മൾ വെള്ളം വാർന്നു പോകുന്ന തരത്തിൽ പൊട്ടി മിക്സ് എടുക്കണം, ഇല്ലെങ്കിൽ ഈ ചെടി പെട്ടെന്ന് അഴുകിപ്പോകും. അതല്ല, ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ വളർത്തിയാൽ അതിമനോഹരമാണ്. ഈ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1.5 അടി ഹൈറ്റിലേ ഇത് വളരും. വളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തണ്ടുകൾ താഴോട്ട് ഒന്ന് തൂങ്ങി നിൽക്കുന്ന പോലെ വരും. ഇതിപ്പം ഹാങ്ങിങ് പോട്ടല്ല, സാധാരണ ചെടിച്ചട്ടിയാണ്. കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴോട്ട് മടങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെ ആകുമ്പോൾ ഹാങ്ങിങ് പോട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കും. നല്ല ഭംഗിയാണത് കാണാൻ. ഇതിന് നമ്മൾ നടുന്ന സമയത്ത് തന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് നടണം. നട്ട് കഴിഞ്ഞാൽ സാധാരണ പോട്ടി മിക്സ് മതി, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, വെള്ളം വന്നു പോകണമെന്നേ ഉള്ളൂ. ആ ചാണകപ്പൊടി ഇട്ട് നട്ട് കഴിഞ്ഞാൽ ഇത് ബുഷിയായിട്ട് പെട്ടെന്ന് വളരും. അതിനുശേഷം നമുക്ക് പലപ്പോഴും 2 മാസം കൂടുമ്പോഴൊക്കെ സ്വല്പം ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ പരന്ന് വളരുകയും ചെയ്യും, നിറയെ പൂവ് ഉണ്ടാകുകയും ചെയ്യും. ഈ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നതിനേക്കാട്ടി ഭംഗി ഇതിൻ്റെ ആ കവർ, ഓറഞ്ച് കളറിലെ ആ കാലിക്സ് എന്ന് പറയുന്ന കവർ നിൽക്കുന്നത് കാണാനാണ് നല്ല ഭംഗി. ഇതിന് വലുതായിട്ട് കീടബാധയൊന്നും വരത്തില്ല. പിന്നെ ഈ മഴയുള്ള സമയത്ത്, തണുപ്പല്ല മഴയുള്ള സമയത്ത് ഒത്തിരി മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒത്തിരി മഴയത്തൊന്നും അത് വെക്കണ്ട. മഴ തുടങ്ങുമ്പോൾ ഷെയ്ഡിലോട്ട് എടുത്ത് മാറ്റിയാൽ മതി. പക്ഷേ അത്യാവശ്യം ഇച്ചിരി വെയിലും കൂടി ഇതിന് കൊള്ളണം. ഒത്തിരി വെയിൽ കൊള്ളണ്ടെങ്കിലും ഏത് ചെടിയും കുറച്ച് വെയിൽ കൊണ്ടെങ്കിലേ നല്ലപോലെ പൂ പിടിക്കത്തുള്ളൂ. ഇത് ഷെയ്ഡിൽ വളരുന്ന ഒരു ചെടിയാണ്. കാരണം നമ്മൾ മുറ്റത്ത് ഈ പറമ്പിലൊക്കെ തന്നെ കിളുത്ത് വരും. ആ സമയത്ത് മരങ്ങളുടെയൊക്കെ തണലും ഒക്കെ കാണുന്ന സമയമാണ്. ആ സമയത്ത് ഇതിന് വലിയ വെയിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും
കുറച്ച് വെയിൽ എങ്ങനെയെങ്കിലും കിട്ടിയെങ്കിൽ എല്ലാ ചെടികളും, ഈ ചെടി മാത്രമല്ല ഒട്ടുമിക്ക ചെടികളും പൂക്കുന്നത് സൂര്യപ്രകാശമുള്ളപ്പോഴാണ്. അപ്പം കുറച്ച് സൂര്യപ്രകാശം ഇതിന് വേണം. ഈ ഓറഞ്ച് കളർ നല്ല കളറിൽ നിൽക്കുന്നതും സൂര്യപ്രകാശം കിട്ടുമ്പോഴാണ്. അങ്ങനെ ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച്, പിന്നെ അത്ര ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് അങ്ങ് പട്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ സാഫ്, ഒരു ഫഞ്ചിസൈഡാണ്, അത് കലക്കി ഇതിൻ്റെ ചൂട്ടിലൊഴിച്ചാൽ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്താൽ, ലീഫിലൊന്നും വേണ്ട, അതിൻ്റെ ചുവട് ഭാഗത്താണ് പ്രശ്നം. ആ ചൂട്ടിലത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ അങ്ങ് മാറിക്കൊള്ളും. പക്ഷേ ആ ഇൻഫെക്ഷൻ കൂടുതൽ നിലനിന്നാൽ ഈ ചെടി അഴുകിപ്പോവും. ഈ ചെടിയുടെ താഴെ ഒരു കിഴങ്ങ് പോലൊരു സംഭവം കൊണ്ടുണ്ട്. അത് ഇപ്പോൾ ഈ ചെടി അങ്ങ് നശിച്ചു പോയാലും അതിൻ്റെ ആ ഭൂകാണ്ഡം, മണ്ണിനടിയിലുള്ള ആ ഇഞ്ചി പോലൊക്കെയുള്ളൊരു സംഭവമുണ്ട്. ഇഞ്ചി പോലുള്ളൊരു കിഴങ്ങ് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് കിടന്നിട്ട് പിന്നെയും മുളച്ച് പൊന്തി വരാറുണ്ട്. അപ്പോൾ ഈ ചെടിയൊന്നും നശിച്ചു പോയി എന്ന് വെച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ചീഞ്ഞു പോയില്ലെങ്കിൽ ഇത് നല്ലപോലെ ആ കിഴങ്ങിൽ നിന്ന് കിളർന്ന് വരാറുണ്ട്. ഇതിന് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും അങ്ങ് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം വെള്ളം കൊടുക്കുക. മഴയുള്ള സമയത്ത് തണുപ്പുള്ളത് കൊണ്ട് 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം കൊടുത്താൽ മതി. പക്ഷേ ഇത് ഉണങ്ങി വാടിപ്പോകുന്ന ഒരവസ്ഥ വന്ന് വെള്ളം ഒഴിക്കരുത്. ഇതിൻ്റെ വളർച്ച മന്ദീഭവിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് വാടിയിട്ട് വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ട് ആ ഒരവസ്ഥ വരരുത്. കഴിയുമെങ്കിൽ എല്ലാവരും വീട്ടിൽ ഈ ചെടി വളർത്തണം. ഇത് ഒരു ചട്ടിയിലല്ല, കുറേ ചട്ടികൾ നിറച്ചിട്ട് നിരനിരയായിട്ട് വെച്ചാൽ ഇത് വളരെ ഭംഗിയായിട്ട് നിൽക്കും. അതല്ല, ചെടി വളർത്താൻ സ്ഥലമുള്ളവർ ഇത് ഗ്രൗണ്ടിൽ വളർത്തിയാലും നല്ല ഭംഗിയാണ്. ഒരു പൂക്കൂട നിൽക്കുന്നത് പോലെ തന്നെ ഇത് നിൽക്കും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.